ഇവിടെ ഇങ്ങനെ പിന്നെ ഇവിടെ അയ്യോ അയ്യോ മോളിൽ നിറച്ച് മാറാലാണല്ലോ. ചക്കരേ, നീ എന്തായി കാണിക്കുന്നത്? അല്ല, ഇതാരോ സ്പൈഡർ കുട്ടനോ? എന്റെ പേര് മോനെ എന്നല്ല, ഹണി എന്നാണ്. എടാ, എനിക്കത് അറിയാവുന്നതാണ്. പക്ഷെ എല്ലാവരെയും ഞാൻ അതാണ് വിളിക്കാറ്, എന്റെ ഹണിമോനെ. എനിക്ക് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയമൊന്നുമില്ല. ഐ എം വെരി ബിസി. വേഗം വഴിന്ന് മാറാൻ നോക്ക്. എനിക്ക് മാറാമ്പലെല്ലാം വൃത്തിയാക്കണം. എടാ മോനെ കുട്ടാ, ഇത് മാറാലേ അല്ല, എന്റെ വീടാണ് മോനെ, എന്റെ സ്വന്തം വീട്. ആഹാ, കൊള്ളാലോ. അപ്പൊ ഈ മാറാലയാണ് നിന്റെ വീടെങ്കില് നിന്റെ വീടിനകത്ത് ഒരിക്കലും മാറാലയുടെ ശല്യം ഉണ്ടാവില്ലല്ലോ. അത് കൊള്ളാലോ. അയ്യോ ഹണി, നീ എന്താണ് ഈ ചെയ്യുന്നത്? അതിന് ഞാനൊന്നും ചെയ്തില്ല. ഈ സ്പൈഡർ എന്റെ തലയിൽ കയറിയത് കൊണ്ട് ഞാൻ വല്ലാതെ പേടിച്ചു പോയതാ. എന്തോന്ന് സ്പൈഡറോ? അല്ല, നീ എന്തിനാ സ്റ്റോർ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത്? മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യാനും സമ്മതിക്കുകയല്ല. എടാ 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 മക്കളെ, ഞാൻ എന്റെ വല രക്ഷിക്കാനായിട്ടാണ് വന്നത്. നിങ്ങൾ എന്തിനാണ് എന്റെ വലകളെല്ലാം എടുത്ത് മാറ്റുന്നത്? അത് നല്ല കാര്യം. വീട് ഞങ്ങളുടേതാണ്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊക്കൂടെ? അയ്യോ അയ്യോ അയ്യോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. സ്പൈഡർ ഇത്ര ചെറിയ കാര്യത്തിന് പിണങ്ങി പൊക്കളഞ്ഞു. അതിലെന്തോ ഒരു കാര്യമുണ്ട്. എന്ത് പറ്റി സ്പൈഡർ കൂട്ടുകാരാ, എന്ത് പറ്റി? ഞാൻ വളരെയധികം ദുഃഖത്തിലാണ് കൂട്ടുകാരെ. എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എന്താ ഉണ്ടായത്? എന്റെ മോനെ, ഞാനിപ്പോ എന്താ പറയുക? ഇന്ന് എന്റെ കൊച്ചച്ഛൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിനെത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? അതൊരു നല്ല കാര്യമല്ലേ? വീട്ടിലേക്ക് വിരുന്നവരല്ലേ? പക്ഷെ ഞാൻ കൊച്ചച്ഛനോട് ഒരു നുണ പറഞ്ഞിട്ടുണ്ട്. ഈ വീട് എന്റെയാണെന്ന്. മാത്രമല്ല, ഞാൻ ഇവിടുത്തെ മുതലാളിയാണെന്നാ പറഞ്ഞേ. നീ എന്തായാലും ആ പറഞ്ഞത് തെറ്റായി പോയി. പക്ഷെ നിനക്ക് ഇപ്പൊ എന്തായാലും ഭാഗ്യമുണ്ട്. കാരണം മേഡം ഇപ്പൊ ഇവിടെ ഇല്ല. എന്തായാലും ഒരു കാര്യം ചെയ്യ്, നീ കൊച്ചച്ഛനോട് പറഞ്ഞോ ഇത് നിന്റെ വീടാണെന്ന്. ആഹാ, അടിപൊളി, താങ്ക് യു. നിങ്ങളെല്ലാവരും എത്ര നല്ലവരാണ് മക്കളെ. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ വീട് എന്റേതാണെങ്കിൽ ഇത് എന്റേതുപോലെ തന്നെ തോന്നുകയും വേണ്ടേ കൂട്ടുകാരെ? ഐഡിയ. ആഹാ. ഇതെല്ലാം ദാ ഇവിടെ ഇരിക്കട്ടെ. ആഹാ, ഈ ഫോട്ടോയ്ക്ക് പറ്റിയ സ്ഥലം ഇവിടെയായിരിക്കും. സൂപ്പർ. അല്ല, എന്റെ ചെക്കനോടെ. കൊച്ചച്ചാ വരൂ, കൊച്ചച്ചാ വരൂ, എന്നെ അനുഗ്രഹിച്ചാലും. കൊച്ചച്ഛന് 8 കാലുണ്ട്. അപ്പൊ പിന്നെ അനുഗ്രഹം വാങ്ങിച്ച് വാങ്ങിച്ച് ക്ഷീണിക്കില്ലേ? ഞാൻ പറയുന്നതൊക്കെ നേരെ കൈകൂപ്പിയൊരു നമസ്കാരം കൊടുത്താ മതി. നിന്റെ ഈ വേലക്കാരൻ ആളത്ര ശരിയല്ല. ഇവനെയൊക്കെ കാർ ഷെഡിലേക്ക് മറ്റോ മാറ്റാൻ നോക്ക. നഗരത്തിലെ പണിക്കാരൊക്കെ ഏകദേശം ഇതേ സ്വഭാവമുള്ളവരാണ് കൊച്ചച്ചാ. ചെല്ല്, അകത്ത് പോയി ജോലി ചെയ്യാൻ നോക്ക്. ചെല്ല്, പോകാൻ. അയ്യോ, നിന്റെ വീട്ടിൽ ഒരുപാട് പണിക്കാരുണ്ടല്ലോടാ. നിങ്ങൾ പുറത്തു പോയി എന്റെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വാ. എടോ തത്തേ, താൻ എങ്ങോട്ടായി പോന്നേ? ഇങ്ങോട്ട് വേടാ, വന്നെന്റെ കാലൊന്നും തിരുമാ. ഇതിലിപ്പോ ഏത് കാലാ ഞാൻ തിരുമേണ്ടത്? കൊച്ചച്ഛന്റെ ഒരുപാട് കാലുണ്ടല്ലോ. ഇത്രയും കാല് വെച്ച് നോക്കുമ്പോ നിങ്ങൾക്ക് ഒരു ഫുട്ബോൾ മാച്ച് ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് ജയിക്കാൻ പറ്റും. സംശയമുണ്ടോ? ഇങ്ങനെയാണോ വൃത്തിയാക്കുന്നേ? എങ്ങനെയാ വൃത്തിയാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അയ്യോ, ഞാൻ മരത്തിലിരിക്കുന്ന കിളികൾക്ക് ടാറ്റ കൊടുക്കുമായിരുന്നു. എന്റെ ഈ പണിക്കാരൻ ഒട്ടും ശരിയല്ല. ഇവനെ നമ്മുടെ വലയെ കൊണ്ട് കുരുക്കിയിടണം. സോറി കൊച്ചച്ച. എന്നാ പിന്നെ ഞാൻ വേറെന്തെങ്കിലും പണി ചെയ്തോളാം.
അയ്യോ 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 ഹി, ഹി, ഹി. ഏ, ഓ. അയ്യോ കൊച്ചച്ഛൻ ഇതിനകത്ത് എന്തെടുക്കുമായിരുന്നു? അകത്ത് ഞാൻ ഒരു പത്രസമ്മേളനം നടത്തുകയായിരുന്നു. എന്താണ് അതിനെ കൊല്ലാൻ വല്ല ഉദ്ദേശം ഉണ്ടോ നിനക്ക്? ഇതിനുള്ളിൽ കിടന്ന് ഞാൻ ചത്ത ശ്വാസം മുട്ടി. ആക്ച്വലി വാക്യൂം ക്ലീനറേ വളരെ നല്ല ക്ലീനറാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ നല്ല അഭിപ്രായം പറയാറുണ്ട്. ബട്ട് സോറി, ഞാൻ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ക്ലീൻ ചെയ്തോളാം. ആ, ഏ, ഏ. അയ്യോ അയ്യോ അയ്യോ. ഹേ, ഏ. ഹൈ, ഇനി സത്യത്തിൽ അകത്ത് വല്ല പത്രസമ്മേളനവും നടക്കുന്നുണ്ടോ? എല്ലാരും ദേ ഇതിനകത്തു നിന്നാണല്ലോ വരുന്നത്. ഹേ, ഏ. എടാ ഒരു പ്രോബ്ലം ഉണ്ട്. നീ ആ പ്രോബ്ലം എന്താന്ന് പറ. വേഗം പറഞ്ഞു കൊടുക്ക് എന്താണ് പ്രോബ്ലം എന്ന്. ഇവൻ നിന്റെ എല്ലാ പ്രോബ്ലംസും ആ വാക്വം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തോളും. എന്തോന്നാടാ എല്ലാവരും കൂടെ കൂട്ടം കൂടി കുശൂഷിക്കുന്നത്? മര്യാദക്ക് ജോലിയൊക്കെ ചെയ്യാൻ നോക്ക്. എന്റെ ചെറുക്കന്റെ പൈസ വേസ്റ്റാക്കരുത്. അയ്യോ എന്റെ പുന്നാര കൊച്ചച്ചാ, ഇവരെന്റെ പണിക്കാരെ പോലെയല്ല, കൂട്ടുകാരെ പോലെ തന്നെയാണ്. കണ്ടോ എന്റെ ചെറുക്കനെ, വെറും പണിക്കാരായ നിങ്ങളോടൊക്കെ എന്തൊരു അനുകമ്പയാ. എടാ എന്താണ് ഇത്? ഹൈ, പണിക്ക് വന്നവനൊക്കെ വീട്ടിലെ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുന്നോ? ഇതെന്റെ ചെക്കന്റെ ഫ്രൂട്ടാണ്, റൂട്ട് ഓഫ് സക്സസ്. അവൻ അധ്വാനിക്കുന്നതിന്റെ ഫലം. നീക്ക് ഒരു പണിയും ചെയ്യാതെ സൂചിച്ചിരിക്കല്ലേ ഇവിടെ? പോയി വല്ല പണിയും ചെയ്യടാ. അതിനു മുമ്പ് എനിക്കൊരു ഗ്ലാസ് പാല് കൊണ്ടുവാ. അല്ല നീ ഇതിൽ ഏലക്കായ ഇട്ടോടാ. അതിന് ഏലക്കായ ഇടുന്നത് ചായയിലാണ്. എന്നാ ഏലക്കായിട്ടൊരു ചായ ഇട്ടോണ്ട് വാ. ദേ ചായ. ഇത് കണ്ടിട്ടൊരു ഉന്മേഷം തോന്നില്ലല്ലോ. നല്ല ഉന്മേഷം കിട്ടണമെങ്കിൽ കോഫി കുടിക്കണം. എന്നാ വേഗം പോയി ഒരു കോഫി ഉണ്ടാക്കി കൊണ്ടുപോടാ. അല്ല ഇതില് മധുരമൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ടോ? നല്ല മധുരം വേണമെങ്കിൽ ജ്യൂസ് അടിക്കേണ്ടി വരും. എന്നാ പിന്നെ വേഗം പോയി ഒരു ജ്യൂസ് കൊണ്ടുപോടാ. അല്ല അല്ല എന്താ ഇതില്? എന്തോന്നാ ഇതില്? ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന ഞാൻ പറയാൻ വന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം, നന്നായിട്ടുണ്ട്. എടാ ചെക്ക, വീടൊക്കെ നല്ലതാ, പക്ഷേ ഒരു 8 കാലുടെ വീട് ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെയായിരിക്കും കൊച്ചച്ചാ? നോക്കിക്കോ, പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ, പിന്നെ ഇവിടെ അയ്യോ അടിപൊളി ഹണി, അടിപൊളിയായിട്ടുണ്ട്. അയ്യോ, അത് അങ്ങനെയല്ല കഴിക്കേണ്ടത്. ഈ പ്ലേറ്റിൽ വെച്ച് കഴിക്കേ. ഇങ്ങനെയായിരിക്കും ശരിക്കും ഒരു 8 കാലിയുടെ വീട്. അത് പിന്നെ മോനെ, ഇതിനർത്ഥം ഈ വീട് നിന്റെ അല്ലേ? എവരുടെയാണോ ഈ വീട്? അത് പിന്നെ കൊച്ചച്ചാ, ഞാൻ പറഞ്ഞു വരുന്നത് കുളമായി. ഇനി നീ ഒന്നും പറയണ്ട, എനിക്ക് എല്ലാം മനസ്സിലായി. നിങ്ങൾ എല്ലാവരുടെ ഈ കൂട്ടുകെട്ട് കണ്ടിട്ട് എനിക്ക് വലിയ സന്തോഷമായി. ഹലോ, ഓക്കെ ഓക്കെ, മാഡം തിരിച്ചു വരുന്നുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ എത്തും. അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാവുന്നേ.
ഓ ഹെ, 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 ഹെ. അയ്യോ എന്റെ അമ്മോ അയ്യോ കൊച്ചച്ച ഇത് എങ്ങോട്ടായി പോകുന്നത്? അയ്യോ കൊച്ചാ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നിങ്ങളെല്ലാവരും കൂടി അടിച്ച് പൊളിക്ക്. ഞാൻ തൽക്കാലം വാക്കിംഗ് ക്ലിയർ ഇല്ലാത്ത മറ്റൊരു വീട് നോക്കാം. ഓക്കെ, അപ്പൊ ശരി മക്കളെ, അടുത്ത പ്രാവശ്യം വരുമ്പോ നീ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നിന്റെ സ്വന്തം വീട്ടിലേക്ക് എന്നെ വിളിക്കണം കേട്ടോ. എന്റെ പുന്നാര കൂട്ടുകാരെ, നിങ്ങൾ എന്നെ ശരിക്കും ഇന്ന് അത്ഭുതപ്പെടുത്തി. സൗഹൃദത്തിന്റെ ശരിക്കുമുള്ള അർത്ഥം മനസ്സിലാക്കി തന്നു. താങ്ക് യു. കൂട്ടുകാർക്കിടയിൽ നോ സോറി നോ താങ്ക് യു. അത് ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് ഇനി സോറി പറയില്ല. എടാ മോനെ ഹണി, നീ എന്ത് കാര്യത്തിലാ സോറി പറയില്ല എന്ന് പറഞ്ഞത്? ഏ, അയ്യോ അയ്യോ അയ്യോ. ഇത് ഞാനൊരു തമാശ കളിച്ചിട്ടാണ്. തമാശ കളിച്ചിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. സ്പൈഡർ കുട്ട പോലെ